ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ചതുർദശ സർഗ അശോകവനികാ പ്രവേശം. ഹനുമാൻ അശോകവനത്തിൽ തിരയുന്നു. സ മുഹൂർത്തം ഇവ ധ്യാത്വാ മനസാജാധിഗമ്യതാം അവപ്ലുതോ മഹാതേജ പ്രാകാരം തസ്യ വിശ്വന. മഹാതേജസ്വിയായ ഹനുമാൻ സ്വല്പനേരം ആലോചിച്ച ശേഷം സീതാദേവിയെ മനസ്സാ ധ്യാനിച്ചു. ഉടനെ രാവണന്റെ അരമനയുടെ മതിൽക്കെട്ടിൽ ചാടിക്കയറി. സതു സംഹൃഷ്ട സർവാംഗ പ്രാകാരസ്തോ മഹാകവിഃ പുഷ്പിതാഗ്രാൻ വസന്താദോ ദദർശ വിവിധാൻ ദ്രുമാൻ സാലാൻ അശോകാൻ ഭവ്यांश्च ചമ്പകാംശ്ച സുപുഷ്പിതാൻ ഉദ്ധാലകാൻ നാഗവൃക്ഷാൻ ക്ഷൂതാൻ കവിമുഖാനഭി അതാം അവ്രണതം ഛന്നാം ലതാ സദസമാവൃതാം ജാമുക്ത ഇവ നാരാജ പുപ്ലുവേ വൃക്ഷവാടികാം. രോമാഞ്ചകഞ്ചുകിത ഗാത്രനായി ആ മതിൽക്കെട്ടിൽ നിന്നിരുന്ന കവിവീരൻ വസന്താരംഭത്തിൽ പൂവിട്ട പലതരത്തിലുള്ള മരുതുകൾ, അതായത് സാലം, ഭംഗിയുള്ള അശോകങ്ങൾ, നിറയെ മാവിൻ തോപ്പുകളും വള്ളിക്കുടിലുകളും നിറഞ്ഞ ആ അശോകവനികയിലേക്ക് വലിച്ചു മുറുക്കിക്കെട്ടിയ ഞാണിൽ നിന്ന് ബാണം എന്ന പോലെ ഹനുമാൻ കുതിച്ചു ചാടി. രാമകാര്യം സാക്ഷാത്കൃതമാവുന്നു എന്ന അന്തരാമന്ത്രനാണ് ഹനുമാൻ അത്യധികമായ ആനന്ദം നൽകി. അതിൻ്റെ ബാഹ്യചിഹ്നമാണ് രോമാഞ്ചം. പ്രവിശ്യ വിചിത്രാം താമിഹഗേരവിനാദിതാം രാജതേ കാഞ്ചനൈശ്ചൈവ പാദവൈ സർവതോ വൃതാം വിഹഗേ മൃഗസംഗൈശ്ച വിചിത്രാം ചിത്രഗാനനാം ഉദിതാദിത്യസംഘാശാം ദദർശ ഹനുമാൻ ഗഭിഃ വൃതാം നാനാവൃതേ വൃക്ഷേ പുഷ്പോ ഭഗഫലോ ഭഗേ കോകിലേ ഭൃംഗരാജൈശ്ച മത്തേ നിത്യനിഷേവിതാം പ്രഹൃഷ്ടം അനുജേ കാലേ മൃഗഭക്ഷീ സമാകുലേ മത്തബർഹിണതം ഗുഷ്ടാം നാനാദിജഗണായുധാം. പലതരം പശുമൃഗാദികൾ നിവസിക്കുന്നതും കളിയാടുന്നതും ജനങ്ങൾ സന്തോഷിക്കുന്നതുമായ ആ വൃക്ഷവാടിയിൽ ഹനുമാൻ കടന്നു ചെന്ന് നോക്കി. പക്ഷികളുടെ കളകൂജനങ്ങൾ, സ്വർണം, വെള്ളി, ഉദയസൂര്യൻ എന്നിവയുടെ കാന്തിയേന്തുന്ന വൃക്ഷങ്ങൾ, ചെറുതോപ്പുകൾ, മാനുകൾ, പൂക്കളും പഴങ്ങളും നിറഞ്ഞ പലതരം മരങ്ങൾ, മതിച്ച കുയിലുകൾ, വണ്ടിൽ ചാർത്തുകൾ, നൃത്തം ചെയ്യുന്ന മയിലുകൾ എന്നിവയാൽ തികച്ചും കാമോദീപകമായ അന്തരീക്ഷമാണ് അദ്ദേഹം അവിടെ കണ്ടത്. മാർഗമാണോ വരാരോഹാം രാജപുത്രീം അനിന്ദിതാം സുഖപ്രസുപ്താൻ വിഹഗാൻ ബോധയാമാസവാനരഃ. അതിസുന്ദരിയായ സീതയെ അന്വേഷിക്കുന്ന ഹനുമാൻ വൃക്ഷശാഖകളിലൂടെ ചാടിപ്പോകുമ്പോൾ അവിടെ സുഖമായി കിടന്നുറങ്ങിയിരുന്ന പക്ഷികളെ ഉണർത്തി. ഉൽപ്പതദ്ഭിർജഗണേ പക്ഷേ സാലാസമാഹതാഃ അനേകവർണ വിവിധ മുഹുജോ പുഷ്പവൃഷ്ടയാ. മേലോട്ട് പറന്നുയർന്ന പക്ഷികളുടെ ചിറകടിയേറ്റ് വൃക്ഷങ്ങൾ പല പല നിറത്തിലുള്ള പൂക്കൾ ചൊരിഞ്ഞു. പുഷ്പാവകീർണ ശുശുഭേ ഹനുമാൻ മാരുതാത്മജ അശോകവനികാ മധ്യേ യഥാ പുഷ്പമയോ ഗിരിഃ. ബഭൂവാശോകവനിക പ്രഭഗ്നഭരപാദവ. തലമുടി അഴിഞ്ഞുലഞ്ഞ് കുറ്റിക്കാട്ടുകൾ മാഞ്ഞ് അതരപാനത്താൽ അതരോഷ്ടങ്ങൾ പിളർത്ത് നഖക്ഷതങ്ങൾ നിറഞ്ഞ് സംഭോഗതാന്തയായൊരു തരുണിയെപ്പോലെ ഹനുമാന്റെ വാൽ, കൈകൾ, കാലുകൾ എന്നിവ കൊണ്ടുള്ള ഹടിയേറ്റ് ഒടിഞ്ഞ ശാഖകളോടുകൂടിയ ശ്രേഷ്ഠവൃക്ഷങ്ങൾ ചേർന്ന ആ അശോകവനം കാണപ്പെട്ടു. മഹാലതാനാം ധാമാനി വേദമത്തരസാകഭിഃ യഥാ പ്രാവൃഷി വിന്ധ്യസ്യ മേഘജാലാനി മാരുതഃ. വർഷകാലത്ത് വിന്ധ്യപർവ്വതത്തിലെ മേഘജാലങ്ങളെ വായു എന്ന പോലെ ഹനുമാൻ അവിടെയുള്ള വള്ളിക്കൂട്ടങ്ങളെ വളരെ വേഗം മുറിച്ചു വീഴ്ത്തി. തിങ്ങിക്കൂടി നിൽക്കുന്ന കാർമേഘങ്ങൾ കാറ്റിൽ ചിതറിപ്പോകുന്നത് പോലെ കെട്ടുപണഞ്ഞു കിടക്കുന്ന വള്ളിക്കുടിലുകളെ ഹനുമാൻ ഛേദിച്ചു കളഞ്ഞു. സതത്ര മണിഭൂമിശ്ച രാജതീശ്ച മനോരമാഃ തഥാ കാഞ്ചനഭൂമിശ്ച ദദർശ വിചരൻ ഗഭിഃ വാഭിശ്ച വിവിധാകാരാ പൂർണ്ണ പരമവാരിണ മഹാർഹേ മണിശോഭാനേ ശുഭവന്നാസ്തതസ്തദാ
മുക്താപ്രവാളസിഗതാസ്ഫാടികാന്തരകുട്ടിമാഹ കാഞ്ചനീതരുഭിച്ചിത്രേ സ്ഥിരജേരുപശോഭിതാः പുല്ലപദ്മോൾപലവനാശ്ചക്രവാഘോപകൂജിതാः നദ്യുഹരുതസങ്കുഷ്ടാ ഹംസസാരസ്സനാദിതാ ദീർഘാഭേദ്രുമയുക്താഭിസരിദ്ഭിശ്ച സമന്തത അമൃതോപമസ്തോയാഭി ശിവാഭിരുപസംസ്കൃതാः ലതാശതേരവദത സന്താനകസമാവൃതാः നാനാഗുൽമാവൃതവന കരവീരകൃതാന്തരാः. അവിടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ അദൃഷ്ടപൂർവങ്ങളായ പല മനോഹര ദൃശ്യങ്ങളും കണ്ടു. രത്നങ്ങൾ പതിച്ചവയും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ഉണ്ടാക്കിയവയുമായ സ്ഥലങ്ങൾ, മുത്തും പവിഴവുമാകുന്ന മണൽ ചേർന്ന നവരത്നപ്പടികളോടുകൂടിയ സ്ഫടികമയമാർന്ന ഉൾത്തറകളോടുകൂടിയ ജലാപൂർണങ്ങളായ വിവിധാകൃതികളിലുള്ള തടാകങ്ങൾ, അവയുടെ തീരങ്ങളിൽ സ്വർണമയങ്ങളായ വിശേഷപ്പെട്ട വൃക്ഷങ്ങൾ, വിടർന്നു നിൽക്കുന്ന താമരകൾ, ചക്രവാകപക്ഷികളുടെയും ഹംസങ്ങളുടെയും നത്തുകളുടെയും ശബ്ദങ്ങൾ. തഥോംബുദരസങ്കാശം പ്രവൃദ്ധ ശിഖരം ഗിരിം വിചിത്രകൂഢം ഗൂഢൈശ്ച സർവത പരിവാരിതം ശിലാഗ്രഹേരവതതം നാനാവൃക്ഷൈ സമാവൃതം ദദർശ ഹരിശാർദൂലോ രമ്യം ജഗതി പർവ്വതം. അവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ പല പതനങ്ങളുള്ള ഒരു പർവ്വതം ഹനുമാൻ കണ്ടു. കാർമേഘ സദൃശവും ഭംഗിയുള്ള കൊടുമുടികളോടുകൂടിയതുമായ ആ ഗിരിയുടെ 4 ഭാഗത്തും കാവൽപ്പുരകൾ ഉണ്ടായിരുന്നു. നിറയെ കരിങ്കൽ വീടുകൾ, നിറഞ്ഞു നിൽക്കുന്ന പലതരം വൃക്ഷങ്ങൾ എന്നിവയും അതിനെ അലങ്കരിച്ചിരുന്നു. ദദർശാജ നാഗാതസ്മാൻ നദിം നിപതിതാം കവിഹി അംഘാദിവസമുൽപത്യ പ്രിയസ്യ പതിതാം പ്രിയാം. ആ പർവ്വതത്തിൽ നിന്ന് ഒഴുകിയിരുന്ന നദി ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന നായികയെപ്പോലെ ഹനുമാന് തോന്നി. ജലേ നിപതിതാഗ്രൈശ്ചാപാദവേരുപശോഭിത ഭാര്യമാണാമിവ ക്രുദ്ധാം പ്രമദാം പ്രിയബന്ധുഭിഃ പുനരാവർത്തതോയം ജാതദർശ സമഹാകവിഃ പ്രസന്നാമിവ കാന്തസ്യ കാന്താം പുനരുപസ്ഥിതാം. വെള്ളത്തിൽ ചാഞ്ഞുകിടക്കുന്ന അറ്റങ്ങളോടുകൂടിയ മരങ്ങളിൽ തടഞ്ഞ് പുറകോട്ടൊന്ന് വാങ്ങി വീണ്ടും മുന്നോട്ടൊഴുകുന്ന നദി കോപിച്ചു പോകാൻ നിൽക്കെ ഇഷ്ടബന്ധുക്കൾ തടഞ്ഞു നിർത്തി കോപം ശമിപ്പിച്ച് വീണ്ടും പ്രിയതമൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന നായികയെപ്പോലെ അഴകാർന്നതായിട്ട് ഹനുമാൻ കണ്ടു. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.